ഒരു സ്കൂളിലെ 5 അധ്യാപകർ, അവരോടൊപ്പമുള്ളവർ, കുടുംബാംഗങ്ങൾ, ഷക്കീന എന്നുള്ള ടീച്ചറിൻ്റെ കാര്യം തന്നെ പറയുമ്പോൾ ആ സ്കൂളിൽ മുൻപ് പഠിപ്പിച്ചതാണ്. കുറച്ച് നാളുകൾക്ക് മുൻപാണ് പാങ് GUP സ്കൂളിലേക്ക് സ്ഥലം മാറിയത്. അപ്പോൾ പഴയ സഹപ്രവർത്തകരോടൊപ്പം സൗഹൃദത്തിനോടൊപ്പം ചേരാൻ വേണ്ടിയിട്ട് ആ യാത്രയുടെ ഭാഗമായതാണ്. അങ്ങനെ 9 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 4 പേർ ഇപ്പോൾ ചികിത്സയിൽ തുടരുന്നുണ്ട്. നാടിൻ്റെ തന്നെ ഭാഗമായ ഒരു സ്കൂൾ, അവിടുത്തെ ജീവനക്കാർ, അവരുടെ കുടുംബാംഗങ്ങൾ, എന്ത് കാര്യമുണ്ടെങ്കിലും തങ്ങളോടൊപ്പം ആ അധ്യാപകരുണ്ടാകും. ഇപ്പോൾ അവധിയാണ്. ഇടയ്ക്കിടയ്ക്ക് സ്കൂളിൻ്റെ ഓരോ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സ്കൂളിലേക്ക് വരാറുണ്ട്. അപ്പോഴും സംസാരിക്കും. സൗഹൃദത്തോടു കൂടിയേ സംസാരിക്കാറുള്ളൂ. അല്പ ദിവസങ്ങൾക്ക് മുൻപ് സ്കൂളിൻ്റെ വാർഷികമുണ്ടായിരുന്നു. 100 വർഷം പിന്നിട്ടൊരു സ്കൂളാണ്. ആ സ്കൂളിൻ്റെ വാർഷികത്തിനും ഈ നാട്ടുകാർ ഓരോരുത്തരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അത്രത്തോളം വലിയൊരു ആത്മബന്ധം ആ സ്കൂളുമായിട്ടും അവിടുത്തെ ജീവനക്കാരുമായിട്ടും ഒക്കെ ആ നാട്ടുകാർക്കുണ്ടായിരുന്നു. എപ്പോഴും വരുവേ വർത്തമാനമൊക്കെ പോയി കണ്ടാണ് അതൊരു മാസമുണ്ടായി. എല്ലാവരുമായിട്ട് നല്ല പരിചയമാണോ അല്ലേ? ഒക്കെ എല്ലാവരും വരും ഇവിടെ. ബേജാറാണ്. പാങ് ഗവൺമെൻറ് LP സ്കൂൾ, ആ സ്കൂളിന് തൊട്ടു മുൻപിലുള്ള വീട്ടിലെ ഒരു വ്യക്തിയാണ്. അവിടെയുള്ള 3-4 പേർ നമ്മുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെയാണ്, അവർക്ക് സംസാരിച്ച് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. അതിൽ മജീദ് മാഷിൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കാഴ്ച പരിമിതിയുണ്ട്. അദ്ദേഹത്തോടൊപ്പം പോയതാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ റുഖിയ. അങ്ങനെ അല്പസമയം മുൻപ് ആ സ്കൂളിൽ നിന്നും സംസാരിച്ചപ്പോൾ 2 കുഞ്ഞുങ്ങൾ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. 3-ാം ക്ലാസ്സിൻ്റെ ഇൻചാർജ് മജീദ് മാഷാണെന്ന് മനസ്സിലാകുന്നത്. ആരാണ് നിങ്ങളുടെ അധ്യാപകൻ ചോദിക്കുമ്പോൾ മജീദ് മാഷാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തൊട്ടപ്പുറത്ത് നിന്ന് ആ കുട്ടിയുടെ അമ്മ പറയുന്നുണ്ട്, എൻ്റെ കുട്ടികളാണ് എന്നാണ് മജീദ് മാഷ് പറയുന്നത്. അങ്ങനെയാണ് ഓരോ അധ്യാപകരും ആ കുഞ്ഞുങ്ങളെ ഒപ്പം തന്നെ ചേർത്ത് പിടിക്കുന്ന. കൊച്ചു കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ കുടുംബങ്ങളുമായിട്ടും നല്ല അടുപ്പമുണ്ടായിരുന്നു. അങ്ങനെ രക്ഷിതാക്കൾക്ക് പോലും ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അത്രത്തോളം ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്ന, അത്രത്തോളം അടുപ്പം പുലർത്തിയിരുന്ന, നല്ലതുപോലെ പഠിപ്പിക്കുന്ന അധ്യാപകരും അതോടൊപ്പം തന്നെ ആ സ്കൂളിലെ തന്നെ ഒരു പാചക തൊഴിലാളി സാജിദ, ഈ മജീദ് മാഷിൻ്റെ ഭാര്യയായ റുഖിയ, ഇവരുടെ മക്കൾ 2 പേർ ഇപ്പോൾ ചികിത്സയിലാണ്. സാജിദയുടെ മകനായ 11 വയസ്സുകാരൻ ഷഹദിനും മരിച്ച ഷക്കീന ടീച്ചറുടെ മകളായ മസ്നിനും ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. അങ്ങനെ 9 പേർ മരണപ്പെടുന്നു. സന്തോഷത്തോടു കൂടി പോയൊരു യാത്രയാണ്. നല്ല കാഴ്ചകളൊക്കെ കണ്ട് അതിരപ്പള്ളി, മലക്കപ്പാറ, വാൽപ്പാറയൊക്കെ പോയി ആ വഴി തിരികെ വരുമ്പോഴാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത്. അപകടത്തെക്കുറിച്ച് പറയുമ്പോൾ പോലും നല്ല സ്ഥലമാണ് എന്ന് പറയുമ്പോഴും ആ 40 ഹെയർപിൻ വളവുകളിൽ ഏറ്റവും അപകടം നിറഞ്ഞ 13ാമത്തെ വളവ് എന്നത് അപകട വളവാണ്. ആ 40 ഹെയർപിൻ വളവുകളിൽ ഏറ്റവും അപകടം നിറഞ്ഞ സ്ഥലം ഈ 13ാമത്തെ വളവാണ്. അവിടെ വെച്ച് തന്നെയാണ് ഈ അപകടം സംഭവിക്കുന്നതും 9ാമത്തെ വളവിലേക്ക് ഈ വാഹനം പതിക്കുന്നതും. ആകെ 40 ഹെയർപിൻ വളവുകളാണ് ഈ ഒരു സ്ഥലത്ത് ഉള്ളത്. അതിൽ 13ാമത്തെ ഹെയർപിൻ വളവാണ്. നമ്മൾ ഈ നിൽക്കുന്ന ഇടത്ത് നിന്നാണ് ഈ വാഹനം നേരെ ഈ ദിശയിൽ നിന്നാണ് വന്നത്. അതായത് ഒരു ഇറക്കവും അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ വളവുമാണ്. അവിടെ നിന്നും നേരെ വാഹനം ഇങ്ങോട്ടേക്ക് എത്തുകയും കൃത്യമായി ഈ ദിശയിലേക്ക് പോകേണ്ടതായിരുന്നു. പക്ഷേ ആ ദിശയിലേക്ക് പോകാതെ ഇത് ഈ കൈവരി ഇടിച്ച് തകർത്ത് നേരെ താഴേക്ക് പതിക്കുകയാണ് ഉണ്ടായത്. അതാണ് ഇത്രയും വലിയൊരു അപകടത്തിന് കാരണം ഇത്രയും ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുകയാണ്. ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ ട്രാവലർ കിടക്കുന്ന ഒരിടത്തല്ല ശരിക്കും ഈ വാഹനം ചെന്ന് പതിച്ചിരുന്നത്. ഇവിടെ നിന്ന് നേരെ താഴേക്കാണ് വാഹനം വന്ന് പതിച്ചിരുന്നത്. ഇതിപ്പോൾ 13ാമത്തെ ഹെയർപിൻ ആണെങ്കിൽ ഇതിന് തൊട്ട് താഴെ 12ഉം 11ഉം 10ഉം കഴിഞ്ഞ് 9ാമത്തെ ഹെയർപിന്നിൻ്റെ ഭാഗത്തേക്കാണ്
ഭാഗത്തേക്കാണ് ഈ വാഹനം വന്ന് പതിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്കൊന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ എത്രത്തോളം ആഴത്തിലേക്കാണ് ഈ വാഹനം ചെന്ന് പതിച്ചിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായി കാണാം. ഓരോ തട്ടായി ഹെയർ പിന്നുകൾ ഇവിടെ കാണാൻ സാധിക്കും. അതായത് പല ഹെയർ പിന്നുകൾ ഇങ്ങനെ ഇറങ്ങിയാണ് ഈ ഒരു താഴത്തേക്ക്, അതായത് വാൽപ്പാറയിൽ നിന്ന് ആളിയാർ ഡാമിൻ്റെ പരിസരം പൊള്ളാച്ചി ഭാഗത്തേക്ക് എത്തുക. അത്രത്തോളം ഹെയർ പിന്നുകൾ കടന്നു വേണം താഴേക്ക് എത്താനായി. അപ്പോൾ ആ ഹെയർ പിന്നുകൾ വളരെ ശ്രദ്ധയോടുകൂടി വാഹനം ഓടിച്ചില്ല എങ്കിൽ അത് അവിടെ അപകടം ഉണ്ടാകും. ഇവിടെ എല്ലായിടത്തും തന്നെ സൂചനാ ബോർഡുകളുണ്ട്. ഈ അപകടം ഉണ്ടാകുന്ന ഒരിടമാണ്, അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചു പോകണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടുള്ള സൂചനാ ബോർഡുകളൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. വാഹനം വന്ന് പതിച്ച ഇടത്ത് തന്നെയാണ് ഇതുപോലെ തന്നെ സമാനമായ രീതിക്ക് ഒരു കൈവരിയുണ്ട്. ആ കൈവരിയിൽ തട്ടി നിൽക്കുകയായിരുന്നു ഈ ട്രാവലർ. അതിൽ നിന്ന് ആളുകളൊക്കെ തന്നെ തെറിച്ച് ആഴമുള്ള മറുഭാഗത്തേക്ക് വീഴുകയാണ് ഉണ്ടായത്. 10-16 ആളുകൾക്ക് ഇരിക്കാൻ കഴിയുന്ന വാഹനമായിരുന്നു ഇവർ പോയിരുന്നത്. പക്ഷേ ആ വാഹനം പൂർണ്ണമായും തകർന്ന് കിടക്കുകയാണ്. ആ അപകടത്തിന്റെ വ്യാപ്തി ഇത്രത്തോളം കൂടാനായുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇത് നേരെ പാറക്കെട്ടുകൾക്കിടയിലൂടെ നേരെ റോഡിലേക്ക് വന്ന് പതിച്ചു എന്നുള്ളതാണ്. മുകളിൽ നിന്ന് വന്ന് നേരെ വളഞ്ഞ് ഈ ഒരു ഭാഗത്തേക്ക് പോകേണ്ടതായിരുന്നു വാഹനം. പക്ഷേ അങ്ങനെ പോകാനായി കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ഈ കൈവരി ഇടിച്ച് തകർത്ത് നേരെ താഴേക്ക് പോവുകയും ചെയ്തു ഈ വാഹനം. അതാണ് ഈ ഒരു വലിയ ദുരന്തത്തിലേക്ക് വഴിവെച്ച ഒരു കാരണം എന്ന് പറയുന്നത്. അപകടം നടന്ന സ്ഥലത്തെക്കുറിച്ചാണ്, അപ്പോൾ എങ്ങനെയാണ് അപകടം സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് തന്നെ കാണുമ്പോഴറിയാം. ആ കൈവരി തകർത്തുകൊണ്ട് തൊട്ട് താഴെ 9ാമത്തെ വളവിലേക്ക് പതിക്കുകയായിരുന്നു. അവിടെ തകർന്ന് കിടക്കുന്ന ട്രാവലർ ഉൾപ്പെടെ നമുക്ക് കാണാം. അങ്ങനെ 9 പേരുടെ ജീവനാണ് ഇല്ലാതായത്. 4 പേർ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്.